ഒരു കാലത്ത് മലയാള സിനിമയുടെ കിരീടവും ചെങ്കോലും ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നടന്റെ കയ്യിലായിരുന്നു. ആ സമയത്ത് ലഹരി ഇടപാടുകളും കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളുടെ കഥകളുമൊക്കെ നമുക്ക് മലയാള സിനിമയിൽ നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ മലയാള സിനിമ പെർഫെക്റ്റ് ആയിരുന്നു. ദിലീപ് ആ സിനിമ മലയാള സിനിമയെ കയ്യിൽ ചമ്മാനമാടുന്ന സമയത്ത് മലയാള സിനിമയുടെ എല്ലാ മേഖലകളും കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. നല്ല സിനിമകൾ ഇറങ്ങുമായിരുന്നു, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു, നല്ല രീതിയിൽ മലയാള സിനിമയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ദിലീപ്. പിന്നീട് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു, അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പിന്നീട് മലയാള സിനിമയിൽ ഒതുക്കപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ചിലർ അദ്ദേഹത്തെ മലയാള സിനിമയിൽ ഒതുക്കി എന്നുള്ളതാണ്. അതായത് ഇപ്പോ പൃഥ്വിരാജ് മലയാള സിനിമയുടെ അംബാസിഡറായി മാറാൻ ശ്രമിക്കുകയാണ്. പൃഥ്വിരാജ് മലയാള സിനിമയെ ജിഹാദിവൽക്കരിച്ചുകൊണ്ട് മലയാള സിനിമയുടെ അംബാസിഡറായി അതിന്റെ തലപ്പത്തിരിക്കാനുള്ള എല്ലാ കളികളും നടത്തുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന അതീവ കുതന്ത്രജ്ഞനായ തന്ത്രശാലിയായ ഒരു സിനിമാ നടൻ, ഒരു സംവിധായകൻ. എല്ലാം അറിയാവുന്ന ഭാവത്തിലാണ് പൃഥ്വിരാജിന്റെ പോക്ക്. കണ്ടാൽ എല്ലാം അറിയട്ടെ, പക്ഷേ ഒരു സിനിമയെ എങ്ങനെ തകർക്കാൻ കഴിയും, ഒരു ഇൻഡസ്ട്രി എങ്ങനെ തകർക്കാൻ കഴിയും എന്നാണ് അയാൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപ് അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ദിലീപിനെ ഒതുക്കേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം അവർ കൃത്യമായി ചിലരിലൂടെ നടപ്പിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിലീപ് ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ജിഹാദിവൽക്കരണങ്ങൾ മലയാള സിനിമയിൽ നടക്കില്ല. മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിൽ മലയാള സിനിമ എത്തിക്കാനായി രായപ്പൻ കളിക്കുന്ന കളികളാണ് നമ്മളിപ്പോൾ എമ്പുരാനിലൂടെ തുടക്കമിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും ആ സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെ അതിലേക്ക് കുത്തിക്കയറ്റി രാജ്യം ഭരിക്കുന്നവരെ രാജ്യവിരുദ്ധരാക്കി മാറ്റുന്ന, രാഷ്ട്രത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ തന്നെ താറടിക്കുന്ന തരത്തിലേക്ക് രായപ്പൻ സിനിമയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഈ രായപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങളത് കളിയാക്കി വിളിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരാൾ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് അയാൾ കാണിക്കുന്ന പ്രവർത്തികളിലൂടെയാണ്. അയാളെ പൃഥ്വിരാജ് എന്ന് വിളിക്കാൻ പോലും തോന്നാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാളുടെ വ്യക്തിത്വം തന്നെ അയാൾ തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ ജിഹാദിവൽക്കരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, മോഹൻലാലിന്റെ ഒരൊറ്റ സിനിമയ്ക്ക് വിജയാശംസ നൽകാത്തവരാണ് ദിലീഷ് പോത്തൻ, ആഷിഖ് കപൂർ, റിമ കല്ലിങ്കൽ. ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ സിനിമ വിജയിക്കണം, ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും, ഈ സിനിമ വിജയിക്കണം എന്ന് ഇവർ പറയുന്നത് പൃഥ്വിരാജിനോടോ മോഹൻലാലിനോടോ ഉള്ള സ്നേഹം കൊണ്ടാണ്. പൃഥ്വിരാജിനോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം എന്താണെന്നും പൃഥ്വിരാജിന്റെ തന്ത്രം എന്താണെന്നും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ മാർക്കറ്റിംഗ് എന്താണെന്നും നന്നായിട്ട് അറിയാം. ഈ സിനിമകളൊക്കെ ആരുടെയൊക്കെ ഉദ്ദേശം കൊണ്ടാണോ, ആരുടെയൊക്കെ ഫണ്ട് കൊണ്ടാണോ, ആരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനുമാണെന്നും നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ സിനിമകൾ വിജയിക്കണം, എമ്പുരാൻ വിജയിക്കണം. മോഹൻലാലിന്റെ ഒരു സിനിമ പോലും, ഇവർക്കൊക്കെ ഇതുവരെ പടിക്ക് പുറത്തായിരുന്നു. ഇവർക്കൊക്കെ കണ്ടാൽ കലി ഇളകുന്ന ഒരാളായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്നത്. റിമ കല്ലിങ്കലിനും ആഷിഖ് കപൂറിനും ദിലീഷ് പോത്തനും ഒക്കെ എപ്പോഴാണ് മോഹൻലാലിനോട് ഇത്ര പ്രണയവും സ്നേഹവും ആദരവും ഒക്കെ തോന്നിയതെന്ന് നമുക്കറിയില്ല. അത് തോന്നിയത് എമ്പുരാൻ സിനിമയിൽ BJP വിരുദ്ധ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സിനിമ വിജയിക്കണം എന്ന് ഇവർ കൃത്യമായി പറയുന്നത്. ഇപ്പോ മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലാണ് മലയാള സിനിമയുടെ താക്കോലിരിക്കുന്നത്. ചെങ്കോലും കിരീടവും ഒക്കെ ഉപേക്ഷിച്ച് ദിലീപ് പടിയിറങ്ങി. ദിലീപ് ഉണ്ടായിരുന്നു എങ്കിലെന്ന് 1000 ആവർത്തി ഇപ്പോൾ ജനങ്ങൾ പറയുകയാണ്. ദിലീപ് ഏട്ടാ, നിങ്ങൾ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരൂ, മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കിരീടവും ചെങ്കോലും നിങ്ങൾ തിരിച്ചു വാങ്ങൂ, എന്നിട്ട് മലയാള സിനിമയെ എല്ലാവർക്കും കാണുന്ന തരത്തിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തെ അപമാനിക്കാതെ, രാഷ്ട്രം ഭരിക്കുന്നവരെ അപമാനിക്കാതെ, രാജ്യത്തെ അപമാനിക്കാതെ നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് ദിലീപിനോട് കാല് പിടിച്ചു പറയുകയാണ്. ദിലീപിനെ ക്രൂശിച്ചവർ തന്നെ എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ദിലീപിന്റെ ഫാൻസ് അല്ല പറയുന്നത്, ദിലീപിനെ കുറ്റപ്പെടുത്തിയവരാണ് പറയുന്നത്, ഒന്ന് തിരിച്ചു വരൂ, മലയാള സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്,
നിങ്ങളുടെ കഴിവ് ആവശ്യമുണ്ട്, നിങ്ങൾ മലയാള സിനിമയുടെ അംബാസിഡർ ആകൂ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഈ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേശൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാം. അതിനു മുൻപ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2022 ഏപ്രിലിൽ ഒരു വാർത്ത വന്നു. അത് മലയാള പത്രങ്ങൾ വലിയ രീതിയിൽ ആ വാർത്ത നൽകിയില്ല, പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങൾ ആ വാർത്ത കൃത്യമായി നൽകിയിരുന്നു. അതിൽ ഇങ്ങനെയായിരുന്നു: തേവരയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് 33-കാരനായ പുനലൂർ സ്വദേശി നുജും സലീം കുട്ടിയിൽ നിന്ന് LSD, കൊക്കൈൻ, ഗഞ്ച ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എക്സൈസ് പിടിച്ചെടുത്തു എന്നുള്ളത്. അപ്പൊ ഇതിൽ എന്താണ് ഇത്ര അതിശയമെന്ന് ചോദിച്ചാൽ, ആ ഫ്ലാറ്റ് തേവരയിലെ ഈ നുജും സലീം കുട്ടിയിൽ നിന്ന് ഈ LSDയും കഞ്ചാവും ഗഞ്ചയും ഒക്കെ പിടിച്ചെടുത്ത ഈ ഫ്ലാറ്റ് പൃഥ്വിരാജ് സുകുമാരന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റ് ആയിരുന്നു. അത് വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരൊറ്റ ദിവസം, ഒരു അരമണിക്കൂർ മാത്രമാണ് ആ വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ വാർത്ത എന്തായെന്നോ, നുജും സലീം കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നോ, ആരാണ് ഈ നുജും സലീം കുട്ടിക്ക് ഈ ഫ്ലാറ്റ് പൃഥ്വിരാജ് ഞാൻ വാടകയ്ക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് എനിക്കതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെടുത്തി വായിച്ചു നോക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. മിസ്റ്റർ പൃഥ്വിരാജ്, നിങ്ങൾ ദിലീപിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ ദിലീപിനോട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ദിലീപിനെ ഒരു മൂലക്കിരുത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപമാണ് ഇന്ന് നിങ്ങളെ വിടാതെ പിന്തുടരുന്നത് എന്ന് ഓർത്താൽ നന്ന്. ഇതുമായി ബന്ധപ്പെട്ട പലരും ഇട്ട പോസ്റ്റിൽ ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത്. ദിലീപ് ഇത് ചെയ്തു കാണില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും. അത്രയ്ക്ക് മണ്ടനാണ് ദിലീപ് എന്നാരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ടുണ്ട് ദിലീപിനെ എല്ലാവരും. ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അതിന്റെ മുൻപന്തിയിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ദിലീപിനെ ഒഴിവാക്കേണ്ടത് പൃഥ്വിരാജിന്റെ ആവശ്യമായിരുന്നു. ആ സമയത്ത് ദിലീപിന്റെ സ്ഥാനത്താണ് പൃഥ്വിരാജ് മോഹൻലാലുമായി കൂട്ടുകെട്ടുണ്ടാക്കിയതും. ദൈവം പോലും പൃഥ്വിരാജിനെ കൈവിട്ടു. സത്യത്തിൽ പൃഥ്വിരാജ് ദിലീപിന്റെ ശാപമാണ് നിങ്ങളിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്കുറപ്പാണ്, ഇത്രയും നാളും തെളിയിക്കപ്പെടാത്ത ഒരു കേസിന്റെ പിറകിൽ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ ഇങ്ങേർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് മകന് വേണ്ടി മല്ലിക സുകുമാരനെങ്കിലും രംഗത്തിറങ്ങിയില്ലേ? എന്ത് ഉദ്ദേശത്തിലാണ് പൃഥ്വിരാജ് സുകുമാരൻ നിങ്ങൾ ഈ സിനിമ ചെയ്തത്? നിങ്ങൾ ഈ സിനിമ ചെയ്തതിൽ ഞങ്ങൾക്കാർക്കും പരാതിയില്ല. ലൂസിഫർ എവിടെയാണ് അവസാനിപ്പിച്ചത്, അവിടെ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചത് എബ്രഹാം ഖുറേഷി ആരാണ് എന്നറിയാനാണ്. ആ എബ്രഹാം ഖുറേഷി ആരാണ് എന്ന് നിങ്ങൾ പറയാതെ നിങ്ങൾ എന്തിനാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയത്? ഗുജറാത്ത് കലാപത്തിൽ ഗോദ്ര ട്രെയിൻ കത്തിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമെങ്കിൽ അത് തുടങ്ങിയത് മുതൽ, ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ആ സംഭവം തുടങ്ങിയത് മുതൽ നിങ്ങളത് കാണിക്കണമായിരുന്നു. നിങ്ങളേലെ വൃത്തികെട്ട രാഷ്ട്രീയം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് കാണിക്കണമായിരുന്നു. പക്ഷേ നിങ്ങളത് കാണിച്ചില്ല. നിങ്ങൾ കാണിച്ചത് ട്രെയിൻ കത്തിയത് മാത്രമാണ്. ആരാണ് കത്തിച്ചത് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വരാത്ത ഒരു സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നത്? അപ്പോ ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ദിലീപിന്റെ സാന്നിധ്യം, ഒഴിഞ്ഞു കിടക്കുന്ന കസേര, അത് ദിലീപിനായി കേരളം സമൂഹം മുഴുവൻ ഇപ്പോൾ ആ വാതിൽ ദിലീപിനായി തുറക്കുകയാണ്. ദിലീപ്, നിങ്ങൾ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം. ആ പഴയ വീര്യത്തോടു കൂടി തന്നെ തിരിച്ചു വരണം. കാരണം നിങ്ങളെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വിടവ് വല്ലാത്തൊരു വിടവ് തന്നെയായിരുന്നു. പലർക്കും കയറി മേയാനും പലതും ചെയ്യാനുമുള്ള ഒരു അവസരം.